സംഭവം നടന്നത് അങ്ങ് ഫ്രാൻസിലാണ്. അവിടെ 16 മാസങ്ങൾക്ക് ശേഷം 2 ഉറ്റ സുഹൃത്തുക്കൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. പേര് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും. 2 രാഷ്ട്ര തലവന്മാരുടെ നേതാക്കളാണ്. ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റൊന്ന് ലോക പോലീസ് എന്ന് സ്വയം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഹുങ്ക് കാണിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ്. ലോകത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു നേതാവ് ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ആകാം. അപ്പോൾ അവർ ഫ്രാൻസിൽ വന്നപ്പോൾ അസാധാരണമായ ഒരു കാഴ്ചയാണ് ആദ്യം കണ്ടത്. കാര്യം ഇവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളാണല്ലോ. 16 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഓടി വന്ന് ഒരു ആലിംഗനം അല്ലെങ്കിൽ ദീർഘനേരമുള്ള സംഭാഷണം. പക്ഷേ കണ്ടു, ഒരു പരിചയം പുതുക്കി കഴിഞ്ഞു. പക്ഷേ ആ സംഭവം ലോകമാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. ട്രംപും മോദിയും തമ്മിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നു. സ്വാഭാവികമാണ്. കാരണം 2 നേതാക്കളും പരസ്പരം സംസാരിക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും സൗഹൃദം പ്രകടിപ്പിക്കുന്നതുമൊക്കെ തന്നെ വലിയ വാർത്തകളായിട്ടുണ്ട് മുൻപ്. അപ്പോൾ അങ്ങനെയുള്ള 2 നേതാക്കൾ 16 മാസത്തിന് ശേഷം വീണ്ടും കാണുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ അതുണ്ടായില്ല. അപ്പോൾ 2 നേതാക്കൾ തമ്മിലും എന്തൊക്കെയോ ഉരസൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ള വ്യാഖ്യാനം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇതിന് ശേഷം തൊട്ടടുത്ത ദിവസം 2 നേതാക്കളും ഒറ്റയ്ക്കൊരു കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം ട്രംപ് നടത്തിയ ഒരു പ്രതികരണമുണ്ട്. ഈ ആളുകളുടെ സ്വഭാവം അല്ലെങ്കിൽ കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് മാറുന്നതെന്ന് ട്രംപിനെ നോക്കി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇക്കാര്യത്തിൽ ട്രംപ് നേരത്തെ ഇന്ത്യയെക്കുറിച്ചും ഒക്കെ നടത്തിയ ചില പരാമർശങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ഓർത്തിരിക്കണം. ട്രംപ് എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങോട്ട് കൺവേ ചെയ്യാൻ നോക്കിയത്? ഇന്ത്യ ഒരു നരകക്കുഴി, ഹെൽ ഹോൾസ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അത് ഇന്ത്യയും അമേരിക്കയുമായിട്ടൊരു വ്യാപാര തർക്കവും അതേപോലുള്ള കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നല്ലോ. അപ്പോൾ ഏതോ ഒരു RJ അദ്ദേഹം നടത്തിയൊരു പരാമർശം ട്രംപ് അതേപടി കോപ്പി പേസ്റ്റ് എടുത്ത് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോസ്റ്റ് ചെയ്തു. അപ്പോൾ അത് ട്രംപിൻ്റെ അഭിപ്രായമായിട്ട് മാറി. ഇന്ത്യ ഒരു നരകക്കുഴിയാണ്, അത്തരം സ്ഥലങ്ങളിൽ നിന്ന് നിരവധി ആൾക്കാർ അമേരിക്കയിലേക്ക് കുടിയേറുന്നു, അങ്ങനെ കുടിയേറുന്നവർ അമേരിക്കയുടെ സമ്പത്ത് കൈക്കലാക്കുന്നു എന്നൊക്കെയാണ് ആ പോസ്റ്റിൻ്റെ ഉള്ളടക്കം. അതുകൊണ്ടും കഴിഞ്ഞില്ല. ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര തർക്കം അല്ലെങ്കിൽ ചുങ്കയുദ്ധം എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ട്രംപ് ഇന്ത്യയെ വിശേഷിപ്പിച്ചത് ഒരു ചത്ത സമ്പദ് വ്യവസ്ഥ എന്നാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഇന്ത്യയെ അപഹസിക്കുന്ന തരത്തിൽ നിലപാടെടുത്ത അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായിട്ടുള്ള സൗഹൃദമൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് ഒരു നയതന്ത്ര അകൽച്ചയിലേക്ക് വരെ പോയ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കയറി വിശേഷിപ്പിക്കുകയാണ് കില്ലർ എന്ന്. കില്ലർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പെട്ടെന്ന് നമ്മൾ തോന്നും അത് കൊലയാളി. അപ്പോൾ നരേന്ദ്രമോദിയെ ഇദ്ദേഹം കൊലയാളി എന്ന് വിശേഷിപ്പിച്ചോ എന്നൊരു തോന്നലുണ്ടാകാം. പക്ഷേ ഇംഗ്ലീഷ് പദപ്രയോഗങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് ഉപയോഗിക്കുന്ന സന്ദർഭത്തിലും പ്രയോഗത്തിലെ രീതികൾക്കനുസരിച്ച് അതിൻ്റെ അർത്ഥം അങ്ങ് മാറും. ബഹുമിടുക്കൻ എന്ന അർത്ഥത്തിലാണ് കില്ലർ. അവൻ ആളൊരു പുലിയാണ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ. അമ്മാതിരി ഒരു പ്രയോഗമാണ് ട്രംപ് നടത്തിയത്. അദ്ദേഹം നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചത്, ഇദ്ദേഹത്തെ നോക്കൂ, അതീവ സുന്ദരനാണ്, ഒരു മാലാഖയെ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാം, എന്നാൽ നിലപാടുകളുടെ കാര്യത്തിൽ ഇദ്ദേഹം കാർക്കശ്യക്കാരനാണ്. അല്ലെങ്കിൽ വ്യാപാര കരാറുകളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നടത്തുമ്പോൾ ഇദ്ദേഹം ഒരു അണുവിട വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു കില്ലറാണ്. കില്ലർ എന്ന് പറഞ്ഞാൽ ഒരു പുലിയാണ് എന്നാണ് ട്രംപ് നരേന്ദ്രമോദിയെ തൊട്ട് മുമ്പിലിരുത്തിക്കൊണ്ട്, മുഖസ്തുതിയാണെന്ന് വേണമെങ്കിൽ ചിലർ അസൂയലുകൾ പറയാം, പക്ഷേ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആകുമ്പോൾ അതിൻ്റെ അർത്ഥതലം മാറുകയാണ്. ഒരു കാര്യം കൂടി ട്രംപ് പറഞ്ഞു, ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ ആ സമയത്ത് ഇന്ത്യയുടെ സഹായത്തിന് ഞങ്ങളുണ്ടാകും, ഇന്ത്യയുടെ സംരക്ഷണത്തിന് ഞങ്ങളുണ്ടാകും. പറയുന്നത് ആരാണ്? ട്രംപ്. ഏതർത്ഥത്തിൽ പറയുന്നത് കൂടി നമ്മൾ ഓർക്കണം. കാര്യം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്ത സമയത്ത് ഇന്ത്യയുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ പരിഹാസ രൂപേണ നിലപാടെടുത്തയാളാണ് ട്രംപ്. കൂടാതെ ഇന്ത്യയുമായിട്ട് നയതന്ത്ര തലത്തിലൊരു അകൽച്ച ഉണ്ടായിരുന്ന സമയത്ത് പോലും പാകിസ്ഥാൻ്റെ പരമോന്നത സൈനിക നേതാവ് അസീം മുനീറിന് പരവതാനി വിരിച്ചയാളാണ് ട്രംപ്. അദ്ദേഹത്തിന് അതിഥി സൽക്കാരം നടത്തിയ ആളാണ് ട്രംപ്. പാകിസ്ഥാനുമായിട്ട് വളരെ അടുത്ത നിലപാടുകളെടുത്ത വലിയ വലിയ വ്യാപാര കരാറുകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയ ആളാണ് ട്രംപ്. ആ ട്രംപ് ഇപ്പോൾ പറയുന്നു, ഇന്ത്യക്കൊരാപത്തുണ്ടാകുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ അമേരിക്ക സഹായത്തിനുണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള
ഒരു ബന്ധത്തെ നമ്മൾ ഏതർത്ഥത്തിൽ വിലയിരുത്തണം? മുൻകാല ചരിത്രം നമ്മൾ നോക്കണം. അമേരിക്കയ്ക്ക് വിധേയമായിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിന് കൃത്യമായ കാരണമുണ്ട്. അന്ന് നമ്മുടെ രാജ്യം ഒരു വികസ്വര രാഷ്ട്രമായിരുന്നു. സൈനികമായോ സാമ്പത്തികമായോ ഒരു കെൽപ്പ് നമുക്ക് ആ ഒരു അർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കഥയും കളവും ആളുമൊക്കെ മാറി. ആളും തരവും നോക്കി കളിക്കണം എന്ന് നമുക്ക് ചെറിയ നാട്ടുപ്രയോഗങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയോട് മുട്ടി നിൽക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഭരണ നേതൃത്വം നൽകുന്ന ആളോട് മുട്ടി നിൽക്കാൻ അമേരിക്കയ്ക്ക് പോലും അല്ലെങ്കിൽ ട്രംപിന് ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അമേരിക്ക വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇന്ത്യക്ക് മേൽ ചുമത്തി. പല രീതിയിൽ അത് വ്യാപാര കരാറിൻ്റെ പേരിൽ ഇന്ത്യയുമായിട്ട് കഴിഞ്ഞ 2025 ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി അമേരിക്കയിൽ സന്ദർശനം നടത്തി. തൊട്ടു പിന്നാലെയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ അമേരിക്ക വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചത്. നമ്മൾ ഏതാണ്ട് അമേരിക്ക താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള ഏകദേശം ഉറപ്പായിരുന്നു. ഒരു 15% വരെ പരമാവധി പ്രതീക്ഷിച്ചിരുന്നു. ആ സമയത്ത് 25% താരിഫ് പ്രഖ്യാപിച്ചു. പിന്നീട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിൽ 25% കൂടി, അങ്ങനെ 50% ഭീമമായ താരിഫ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ ആളാണ് ട്രംപ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ട്രംപ് പ്രതീക്ഷിച്ചതെന്താ? ഇന്ത്യ സമസ്താപരാധം ഏറ്റുപറഞ്ഞ് കാൽക്കൽ വീഴുമെന്നാണ്. പക്ഷേ ഇന്ത്യ എടുത്ത നിലപാട് സംയമനത്തിൻ്റെ നിലപാടാണ്. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അത് ഇന്ത്യയുടെ സവിശേഷമായ താല്പര്യങ്ങൾ, നമ്മുടെ ജനങ്ങളുടെ താല്പര്യങ്ങൾ. ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ ലഭ്യത വളരെ കുറവാണ്. നമുക്ക് കിട്ടുന്ന സ്ഥലത്തുനിന്ന് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നത് വാങ്ങുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ അവകാശമാണ് എന്ന നിലപാടെടുത്തുകൊണ്ട് അമേരിക്കയ്ക്ക് കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. പിന്നെ ട്രംപ് പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിൽ ഞാൻ മധ്യസ്ഥനായിരുന്നു എന്നൊക്കെ നിലപാടെടുത്ത സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിന് ഫോണിൽ വിളിച്ച് നേരിട്ട് കാണാനായിട്ടുള്ള അവസരം ട്രംപ് പരമാവധി ഒഴിവാക്കി. അങ്ങനെ ഫോണിൽ വിളിച്ച്, നമുക്കറിയാമല്ലോ മുമ്പ് നടന്ന G7 സമ്മിറ്റ് കാനഡയിലായിരുന്നു. അവിടെ പ്രധാനമന്ത്രി മോദിയും ട്രംപും കൂടിക്കാഴ്ച നടത്തേണ്ടതായിരുന്നു. പക്ഷേ മോദി വരുന്നതിന് തൊട്ട് മുൻപ് ട്രംപ് അവിടുന്ന് സ്കൂട്ടായി. അതിനുശേഷം ഫോണിൽ വിളിച്ചാണ് നരേന്ദ്രമോദി ട്രംപിന് എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും ആ സമയത്ത് ഇന്ത്യ എടുത്ത നിലപാട് എന്താണെന്നും വെടിനിർത്തൽ അഭ്യർത്ഥന നടത്തിയത് പാകിസ്ഥാനാണെന്നും എന്നുള്ള കാര്യം ഫോണിൽ മുഖേന അറിയിച്ചതുമാണ്. പക്ഷേ എന്നിട്ടും ട്രംപ് നാണമില്ലാതെ പല വേദികളിലും ഞാൻ ഇടപെട്ടാണ് ആ യുദ്ധം അവസാനിപ്പിച്ചതെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നയതന്ത്ര ബന്ധത്തിൽ വലിയ അകൽച്ച ഉണ്ടായിരുന്നു. അപ്പോൾ പരമാവധി ഇപ്പോൾ വ്യാപാര കരാറിൻ്റെ പേരിൽ പരമാവധി സമ്മർദ്ദവും ഇന്ത്യക്ക് മേൽ ചുമത്തി. ഭീഷണി സ്വരത്തിൽ പറഞ്ഞു, റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുകയാണെങ്കിൽ, ഇനിയും തുടരുകയാണെങ്കിൽ 500% വരെ താരിഫ് ചുമത്തും എന്നുള്ള ഭീഷണിയും ഇങ്ങോട്ട് ഇറക്കി നോക്കി. പക്ഷേ അവിടെ ഒന്നും നമ്മൾ പതറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇമാതിരി ഉമ്മാക്കിയൊന്നും ഇങ്ങോട്ട് ചിലവാകില്ല എന്നുള്ള തിരിച്ചറിവ് വൈകിയെങ്കിലും ട്രംപിനും അമേരിക്കയ്ക്കും ഉണ്ടായി. ഇന്ത്യക്കെതിരെ എടുത്ത നിലപാടിനെ ട്രംപ് ഇപ്പോൾ വലിയ രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. കാരണം താരിഫ് യുദ്ധം ഏർപ്പെടുത്തിയപ്പോൾ അമേരിക്കയിൽ വലിയ വിലക്കയറ്റമുണ്ടായി. ട്രംപിൻ്റെ ജനപ്രതിനിധിയിൽ വലിയ ഇടിവുണ്ടായി ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ട്. അപ്പോൾ ഇനി ഇന്ത്യയുമായിട്ട് നേർക്ക് നേർ മുട്ടി നിൽക്കുന്നത് അബദ്ധമാണ് എന്നുള്ള തിരിച്ചറിവ് ട്രംപിനുണ്ടായി. ഇപ്പോൾ ആ ട്രംപ് പറയുകയാണ്, ഞാൻ ദാ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇതേ ട്രംപ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആളാണ് ട്രംപ്. G7 സമ്മിറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതുകൂടാതെ ക്വാഡ് ഉച്ചകോടി എന്ന് പറഞ്ഞൊരു സംഗതി ഇന്ത്യ വേദിയാകുന്നുണ്ടായിരുന്നു. ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ ചൈനയ്ക്ക് എതിരെ നിലപാടെടുക്കുന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ്. അതിൽ ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് പങ്കാളികൾ. അപ്പോൾ അതിൻ്റെ സമ്മിറ്റിൽ പങ്കെടുക്കാൻ ഉറപ്പായിട്ടും ട്രംപ് ഇന്ത്യയിൽ എത്തേണ്ടതായിരുന്നു. അന്ന് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഒപ്പിടും എന്ന് പോലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ട്രംപ് അതിനും വന്നില്ല. പകരം വന്നത് മാർക്ക് റൂബിയോ എന്ന് പറയുന്ന അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് വന്നത്. അപ്പോൾ അങ്ങനെയും ഒഴിവാക്കി നിന്ന ട്രംപ് ഇപ്പോൾ പറയുകയാണ്, ഞാൻ ദാ ഇന്ത്യയിലേക്ക് വരുന്നു, എത്രയും വേഗം ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളുമായിട്ടുള്ള വ്യാപാര കരാർ ഒപ്പിടും എന്നുള്ളത് കൂടി അദ്ദേഹം ചെയ്യും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കണം. ഇനി നരേന്ദ്രമോദിയെ വല്ലാണ്ടങ്ങ് പരിഹസിക്കുന്നവർക്ക് കൂടിയുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. കാരണം അദ്ദേഹം നിരന്തരമായി വിദേശ യാത്രകൾ നടത്തുന്നതിനെ ആക്ഷേപ രൂപത്തിൽ, പരിഹാസ രൂപത്തിൽ പറഞ്ഞ് കളിയാക്കിയവർ നിരവധിയുണ്ട്. ഉള്ള കാര്യം ശരി തന്നെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ യാത്രകൾ നടത്തിയിട്ടുള്ള ഏതാണ്ട് 80ഓളം രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. ഒരു പ്രധാനമന്ത്രി എന്ന ഒരു പക്ഷേ ഏറ്റവും വലിയ ഒരു ക്രെഡിറ്റ് നരേന്ദ്രമോദിക്കുണ്ട്.
ഇത് ഒരു വിനോദസഞ്ചാര പരിപാടിയാണെന്നാണ് ആദ്യകാലത്ത് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടിരുന്നത്. സർക്കാർ ചെലവിൽ ടൂർ അടിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അമേരിക്കയല്ല, ലോകവേദികളിൽ പരവതാനി വിരിച്ച്, ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നത് ഇന്ത്യയെയും ഇന്ത്യയുടെ രാഷ്ട്രത്തലവനെയുമാണെന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമ വാർത്തകൾ നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും. അതേപോലെ ഈ G7 സമ്മിറ്റിന് പോകുന്നതിന് തൊട്ടു മുൻപ് പ്രധാനമന്ത്രി മോദി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു സന്ദർശനം നടത്തിയത് നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് എല്ലാ കരാറുകളുടെയും മാതാവ് എന്നറിയപ്പെടുന്ന വമ്പൻ കരാറ് പോലും ഇന്ത്യ സാധ്യമാക്കിയിട്ടുണ്ട്. ആ സമയത്ത് അമേരിക്കയുമായിട്ടുള്ളൊരു കരാർ ഇന്ത്യയെ സംബന്ധിച്ച് അത്ര വലിയ പ്രാധാന്യം അർഹിക്കുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ഉണ്ടാകണം. കാരണം ഇത്ര വലിയൊരു വെല്ലുവിളി ഉണ്ടായ സമയത്ത് പോലും അമേരിക്കയിലോട്ടുള്ള കയറ്റുമതി വർദ്ധിച്ചു. നമ്മുടെ GDP വളർച്ചയിലും പുരോഗതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളുള്ളപ്പോൾ അമേരിക്കയുടെ ഈ വ്യാപാര കരാർ വെച്ചുകൊണ്ടുള്ള വിലപേശൽ വിലപ്പോകില്ല എന്നുള്ള തിരിച്ചറിവ് കൂടി നമ്മൾ ഉണ്ടാകണം. ഇനി ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയിലേക്ക് വരാം. നരേന്ദ്രമോദിയെ നിരന്തരമായി പരിഹസിച്ചിരുന്നു. അദ്ദേഹം നിരന്തരമായി വിദേശയാത്രകൾ നടത്തുന്നതിൻ്റെ പേരിൽ ഏതാണ്ട് 80ഓളം രാജ്യങ്ങൾ അദ്ദേഹം ഇതിനോടകം സന്ദർശിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഉണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്ക് കിട്ടുന്ന ഒരു പരിഗണനയും സ്വീകാര്യതയും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഒരു മധ്യവർത്തിയുടെ രൂപത്തിൽ പലരും ഇപ്പോൾ ആശ്രയിക്കുന്നത് ഇന്ത്യയെയാണ്. പിന്നെ ഒരു പഴയകാല ചരിത്രം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതേ നരേന്ദ്രമോദിക്ക് ഒരു കാലഘട്ടത്തിൽ അമേരിക്ക പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വിസ അനുവദിച്ചിരുന്നില്ല, അങ്ങോട്ടേക്കുള്ള പ്രവേശനം പോലും തടഞ്ഞിരുന്നു. അതിന് കാരണം നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണല്ലോ അവിടെ കലാപം നടന്നത്. അപ്പോൾ അതിന് ഉത്തരവാദി നരേന്ദ്രമോദിയാണെന്ന വ്യാഖ്യാന അമേരിക്കയിൽ അങ്ങനൊരു നിയമമുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെട്ടാൽ അവർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം അതേപോലുള്ളതൊക്കെ ചുമത്തി അവരുടെ അങ്ങോട്ടേക്കുള്ള പ്രവേശനം തടയുക. അത് നരേന്ദ്രമോദിക്കെതിരെ ചുമത്തപ്പെട്ടിരുന്നു. അങ്ങനെയാണ് അവിടെ പ്രവേശന വിലക്കുണ്ടായത്. ഇതേ നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ 2014 അന്ന് അവിടുത്തെ പ്രസിഡൻ്റായിരുന്ന ബരാക് ഒബാമ അദ്ദേഹത്തെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം ആദ്യ അമേരിക്കൻ സന്ദർശനം നടത്തിയത് ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷമാണ്, 2017. അന്ന് കണ്ട കാഴ്ച ഒന്ന് ഓർത്തിരിക്കണം. കാരണം വൈറ്റ് ഹൗസിൽ എത്തിയ നരേന്ദ്രമോദിയെ നേരിട്ട് വന്ന് സ്വീകരിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒപ്പമാണ് വന്ന് സ്വീകരിച്ചത്. അതും കൂടാതെ ആ വൈറ്റ് ഹൗസിലെ അവിടുത്തെ ഒരു ഗാർഡനുണ്ട്, ഒരു പൂന്തോട്ടമുണ്ട്. അവിടെ വെച്ച് നടത്തിയ ഒരു ആലിംഗനമുണ്ട്. അത് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ ലോകമാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള ഒരു ചിത്രം എന്താണ്? ഏറ്റവും പവർഫുള്ളായിട്ടുള്ള, ലോകത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു നേതാവ് അമേരിക്കൻ പ്രസിഡന്റാണ്. ആ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആലിംഗനം ചെയ്യുന്നു. തൊട്ടു പിന്നാലെ അതും കൊണ്ടും തീർന്നില്ല. 2019 ഒരു ഹൗഡി മോഡി എന്നും പറഞ്ഞൊരു സംഗതി കൂടി നടന്നു. ഈ ഹൗഡി എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കയിൽ ഇന്ത്യൻ വംശജർ ഒത്തുകൂടിയ ഒരു വേദിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസംഗിക്കാൻ പോയതാണ്. സ്ഥലം ഹൂസ്റ്റണാണ്. അവിടെ ഈ ഹൗഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹൗ ഡു യു ഡു, നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്ന ഇംഗ്ലീഷിൻ്റെ ചുരുക്കമാണ് ഈ ഹൗഡി. അപ്പോൾ മോദി അവിടെ എത്തിയപ്പോൾ അതിന് വിളിക്കപ്പെട്ട പേരാണ് ഹൗഡി മോഡി. അപ്പോൾ ആ ഒരു പരിപാടിയും ലോക ശ്രദ്ധ ആകർഷിച്ചു. അത് വാസ്തവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനം പോലുമാണ് എന്ന തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഇന്ത്യൻ വംശജരുടെ പിന്തുണ കിട്ടാൻ വേണ്ടി ട്രംപ് മോദിയെ സഹായത്തിന് വിളിച്ചു എന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. തൊട്ടു പിന്നാലെ അടുത്ത വർഷം ഇതേ ട്രംപ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അവിടെ നടന്ന നമസ്തേ ട്രംപ് എന്ന് പറയുന്ന പരിപാടി നമ്മുടെ ഓർമ്മയിലേക്ക് വരണം. ട്രംപ് പങ്കെടുത്ത ഏറ്റവും വലിയ ഒരു ജനസമ്മേളനമാണ് അവിടെ നടന്നത്. അപ്പം അത്രയ്ക്ക് ഗാഢമായ ആഴത്തിലുള്ള സൗഹൃദം സൂക്ഷിച്ചിരുന്ന രണ്ട് രാഷ്ട്രത്തലവന്മാരാണ് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും. പക്ഷേ നിർഭാഗ്യവശാൽ ചില കാരണങ്ങളാൽ രണ്ട് നേതാക്കളും തമ്മിൽ വലിയ അകൽച്ചയുണ്ടായി. അതിന് ഇപ്പോൾ ഒരു മഞ്ഞുരുക്കം ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും രണ്ട് രാഷ്ട്രങ്ങൾക്കും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്.